ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നായ വാഗമണിലേക്കാണ്. നമ്മൾ ഏകദേശം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അത്ര മഴയില്ലായിരുന്നു, പക്ഷെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. ശരിക്കും ഈ ഒരു മൺസൂൺ സീസണിലാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അതിൻ്റെ പേര് പാടി വീട്ടിലെ ഭക്ഷണശാല. നല്ല നീറ്റായിരുന്നു കേട്ടോ. ഫുഡ് കുഴപ്പമില്ല, ഒരു ഓക്കെ ഓക്കെ ഫുഡ് എന്ന് പറയാം. അങ്ങനെ ഭയങ്കര ടേസ്റ്റി ഒന്നുമല്ല, എങ്കിലും നല്ല നീറ്റായിരുന്നു. അത് തന്നെ വലിയ കാര്യം. കാരണം ഇപ്പോൾ ഒരുപാട് ഫുഡിൻ്റെയൊക്കെ പഴകിയ ഫുഡൊക്കെ ഒരുപാട് ഹോട്ടലുകളിൽ നിന്നൊക്കെ പിടിക്കുന്നതുകൊണ്ട് സത്യം പറയാലോ കഴിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വീട്ടിലെ ഒരു ആംബിയൻസിൽ ഒരു ഫുഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് ചിന്തിച്ചേ. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നേരെ ഇനി വാഗമണിലേക്ക് പോവാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും വാഗമൺ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവതും ഈ ഒരു മൺസൂൺ സീസണിൽ തന്നെ പോകാൻ നോക്കുക കേട്ടോ. കാരണം അതുപോലെ അടിപൊളി ക്ലൈമറ്റ് ആണ്. കാരണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും കോടയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വാഗമണിലേക്ക് എത്തിയിട്ടില്ല, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കണ്ട ഒരു വ്യൂ ആണിത്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ സൈഡാക്കി ഇറങ്ങി അതൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതൊക്കെ നമ്മൾ എത്ര ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്താലും നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് വാഗമൺ മെഡോസിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ മൊട്ടക്കുന്നിൻ്റെ മേളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, എന്നോ കോടയാണെന്ന് നോക്കിയേ. ശരിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഒരു ക്ലൈമറ്റിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത് ഒന്നോടെ കൂടുക ചെയ്തത്. കാരണം ഇതിൻ്റെ ഇരട്ടി കോടയായിട്ട് നമുക്ക് അപ്പുറത്തുള്ള ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോട മറന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ശരിക്കും നമ്മളിത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ റെയിൻകോട്ടൊക്കെ മാറ്റിയിട്ട് കുറച്ചു നേരം മഴയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങ് നിന്നു കേട്ടോ. ഞാൻ ആ മഴ ആസ്വദിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഗൈസ് ഈ മനുഷ്യൻ എൻ്റെ റെയിൻകോട്ട് എടുത്ത് പട്ടുവാണെന്ന് പറഞ്ഞ് പറപ്പിച്ച് കളിക്കുന്നത്. അത് കണ്ടിട്ട് കുറേ അവിടെ നിന്ന് ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ റെയിൻകോട്ട് ഇങ്ങനെ തിരിച്ച് വാങ്ങിച്ചിട്ടു കേട്ടോ. അതിനുശേഷം വിഷ്ണുവിൻ്റെ ഇങ്ങനെ ഊരി വാങ്ങിച്ചു. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഇത് കണ്ടോ, 3 പശുക്കളെ കാണുന്നില്ലേ? ഈ പശു, ഈ ഫ്രണ്ടിൽ കാണുന്ന പശുവിന് എന്നാ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞങ്ങളെ കുത്താൻ വന്നു ഗൈസ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ നോക്കി വെക്കുക ചെയ്ത കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുത്താൻ വന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോൾ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര രൂക്ഷമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ വെള്ളച്ചാട്ടം കാണുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് പാലൊഴുകും പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പാലൊഴുകും പാറ. ഇത് ആക്ച്വലി നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ക്ലോസപ്പിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ അധികം അങ്ങനെ വലിയ ആൾത്തിരക്കുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് നേരെ തിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇത് കൂടാതെ വേറെ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ വാഗമണിൽ കാണാൻ. അഡ്വഞ്ചർ പാർക്ക്, പൈൻ വാലി ഒക്കെ ഉണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ ഓൾറെഡി ചെന്നായിരുന്നു, പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ ക്ലോസ്ഡ് ആയിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളങ്ങ് പോയില്ല. അപ്പോൾ നമ്മുടെ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു, നിങ്ങളെ കാണിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.